ഗണപതി വട്ടം, അത് ചിദംബര വട്ടാക്കി. ബീഫ് ഈറ്റിംഗ് സീനാവുക എപ്പോഴാണ്? ഈറ്റിംഗ് എന്ന് പറഞ്ഞ ഭക്ഷണം നമ്മൾ കഴിച്ചിറക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ കഴിച്ചിറക്കുന്ന ഭാഗം കട്ട് ചെയ്തു. സിനിമ ഒരു അഭിനയിച്ച് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ കിട്ടുക എന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നത് ഏറ്റവും ആദ്യത്തെ അഭിപ്രായം എന്ന് പറയുന്നത് തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നായിരുന്നു. സിനിമ ആസ്വദിച്ചു എന്ന് കോടതി പറഞ്ഞു. ഒരുപക്ഷെ അവർക്ക് കണ്ട് ആ തീരുമാനം എടുത്താൽ മതിയായിരുന്നു. പക്ഷെ അത് ഓപ്പണായിട്ട് സിനിമ ആസ്വദിച്ചത് അങ്ങനെ തന്നെ പറയേണ്ടി വന്നു. അപ്പോൾ അത് പറയിപ്പിക്കാൻ പറ്റിയത് തന്നെ ഈ ടീമിൻ്റെ ഒരു വലിയൊരു വിജയമായിട്ടാണ് തോന്നുന്നത്. താങ്ക് യു. അപ്പോൾ എന്നിട്ടും കൂടി അതിനകത്ത് കട്ടുകൾ വരാനുള്ളതിൻ്റെ ഒരു കാരണം അത് ചിന്തിച്ചായിരുന്നു? അത് നമ്മളെ അഡ്വക്കേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്. കോടതി ഒരു ഭാഗം കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അഡ്വക്കേറ്റ് ആദ്യം 1 മുതൽ 8 വരെ ഉള്ള കട്ടുകളാണ് നിർദ്ദേശിച്ചതാണ്. അതിൽ അഡ്വക്കേറ്റ് ആദ്യം വാദിക്കുമ്പോൾ പറയാണ് 1 മുതൽ 4 വരെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. 5ഉം 6ഉം സംസാരിക്കുകയും ചെയ്യാം. അതായത് 1 മുതൽ 4 വരെ ശരിക്ക് ഒരു ചിന്തിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതാണ് സംസാരിച്ചത്. പക്ഷെ കോടതി നോട്ട് ചെയ്തു 1 മുതൽ 4 വരെ ഞങ്ങൾ കട്ട് ചെയ്യാൻ പറ്റില്ല, 5ഉം 6ഉം ഞങ്ങൾ സമ്മതമാണെന്ന് കോടതി നോട്ട് ചെയ്തു. അത് അഡ്വക്കേറ്റ് തിരുത്തി കൊടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ജഡ്ജ്മെന്റിൽ വരെ പറഞ്ഞിട്ടുണ്ട്, കക്ഷികൾ സമ്മതിച്ചുകൊണ്ട് 5ഉം 6ൻ്റെയും മെറിറ്റിലോട്ട് ഞാൻ കടക്കുന്നില്ല. അതായത് ജഡ്ജ്മെന്റ് വന്നത് 5, 6 അതിൻ്റെ മെറിറ്റിലോട്ട് ഞാൻ കിടക്കുന്നില്ല കക്ഷികൾ പറഞ്ഞതുകൊണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മേലെ അപ്പീൽ കോടതി പോകണം. അത് പോകാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് ഈ വിധിക്കെതിരെ കത്തോലിക്ക സഭ അപ്പീൽ പോയത്. അപ്പോൾ വീണ്ടും ഡിലേ ആകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു. ഒരുപാട് തവണ ഞാൻ ആ വിധി വായിച്ചു നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇതിൽ ഒരു ഐഡിയ കിടപ്പുണ്ട്. ഇത് പുറത്തുവിടാവുന്നതാണ്. ഞാൻ കോടതിയിൽ അവരെ എഴുതി കൊടുത്ത് ബീഫ് ഈറ്റിംഗ് സീൻ എന്നാണ്. ബീഫ് ഈറ്റിംഗ് സീനാവുക എപ്പോഴാണ്? ഈറ്റിംഗ് എന്ന് പറഞ്ഞ ഭക്ഷണം നമ്മൾ കഴിച്ചിറക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ കഴിച്ചിറക്കുന്ന ഭാഗം കട്ട് ചെയ്തു. മനസ്സിലായ? അവർക്കും കോടതി പുതിയ വന്ന് പറയാൻ പറ്റില്ല. ഞാൻ സമ്മതിച്ചാണ്, കോടതി സമ്മതിച്ചാണ്. അപ്പോൾ ബീഫ് ഈറ്റിംഗ് സീൻ ആ ഇറക്കുന്നത് കട്ട് ചെയ്തു. പിന്നെ അവർ പറഞ്ഞ ആഭ്യന്തര ശത്രുക്കൾ എന്നൊരു വാക്കുണ്ട്. അത് ഞാൻ വളരെ രസകരമായി ഞങ്ങൾ ഡോറ ബുജി എന്നൊരു ക്യാരക്ടർ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും, അങ്ങനെ മാറ്റി. ഡോറ ബുജിയെ ഇവിടെ നിരോധിക്കാൻ പറ്റില്ലല്ലോ, ഇല്ലല്ലോ. പിന്നെ ഗണപതി വട്ടം, അത് ചിദംബര വട്ടാക്കി. ഇനി ബാക്കി നിങ്ങൾ സിനിമ കണ്ടിട്ട് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞാൽ വളരെ ഗംഭീര വലിയൊരു സിനിമ ഒന്നല്ല. ഒരു മതത്തെയും ഞങ്ങൾ അനുകൂലിച്ചിട്ടില്ല. ഞങ്ങളിപ്പോൾ എല്ലാവരും പറയുന്നു ജിഹാദി അല്ലെങ്കിൽ മുസ്ലിംസ്. മുസ്ലിം വിഭാഗം ചെയ്തൊരു തെറ്റാണ് ഇതിൽ എടുത്തു കാണിച്ചിട്ടില്ല. സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. വളരെ നർമ്മത്തിലൂടെ ഞങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. ആ മുസ്ലിം വിഭാഗം ചെയ്ത തെറ്റ് പറഞ്ഞിട്ടില്ലേ? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ മുസ്ലിം വിഭാഗത്തിന്റെ സിനിമ ആവുന്നത്? ഇത് മുസ്ലിം മത തീവ്രവാദത്തിനെതിരെ ഈ 2 മണിക്കൂറിൽ പറയാൻ പറ്റുന്നല്ലേ പറയാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറൊരു സീരിയൽ അല്ലെങ്കിൽ വെബ് സീരീസ് പോലെ എടുക്കണം എല്ലാ വിഷയങ്ങളും പറയണമെങ്കിൽ. ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന സാധനം ഒരു എന്റർടൈനറിൽ ഞങ്ങൾ 1 or 2 മെസ്സേജാക്കി ഞങ്ങളത് നമുക്ക് പറയേണ്ട കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു സെൻസർ ബോർഡിനോ ഒരു കോടതിക്കോ ആർക്കും വെട്ടേണ്ടി വന്നിട്ടില്ല. വെട്ടണമെന്ന് ഒരാളും തീരുമാനം എടുത്തിട്ടുമില്ല. അങ്ങനത്തെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുമില്ല. ജഡ്ജ്മെന്റ് ഈ സിനിമ കണ്ട് വളരെ നല്ല സിനിമ എന്ന് ഞങ്ങൾ ഈ കട്ട് ചെയ്ത് ഞങ്ങൾ ചെറിയ മാറ്റം വരുത്തിയപ്പോൾ വേഷനാണ് ലാസ്റ്റ് ജഡ്ജ്മെന്റ് കാണിച്ചു കൊടുത്തത്. ഇനി ഒന്നും ചെയ്യേണ്ട, ഒരു കട്ടുകൾ മാറ്റാനോ കൂട്ടിച്ചേർക്കാനോ ആവശ്യമില്ലാത്ത സിനിമ എന്നാണ് അവസാന വിധി വന്നത്. പറഞ്ഞു നമ്മളെ ക്രൂ മെമ്പേഴ്സൊക്കെ പറഞ്ഞിരുന്നത് പാസ്സാവില്ല, ബീഫ് പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ രാഗി ബ്ലർ ചെയ്യാൻ ബ്ലർ ചെയ്താൽ ഒന്നും ജീവിതത്തിൽ ആരും മാറ്റി പറ്റില്ല. എന്തെങ്കിലും നമ്മളെ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ തുറച്ചു വയ്ക്കാൻ പറ്റും? ഇല്ല.
അപ്പോൾ ബ്ലർ ചെയ്യാനേ പറഞ്ഞു, ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങളിവിടെ ബ്ലർ ചെയ്തിട്ട്